ഞാനിന്ന് എത്തിയത് നമ്മളിന്ന് സൺഡേ ഫണ്ടേ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെത്തിയ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഏകദേശം സ്ഥലം കത്തിയിട്ടുണ്ടാവും. അതെ, നമ്മളെത്തിയത് സങ്കേതത്തിലാണ്. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ കാണാം. അതുപോലെ മച്ചന്മാരെ, ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. 360 ഡിഗ്രിയിൽ എവിടെ നോക്കിയാലും സീനറിയാണ് കേട്ടോ. ഈ പാടത്തിൻ്റെ നടുക്കൂടിയാണ് ഈ തോട് പാസ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടും പാടോ അതിനോട് ചേർന്നിട്ടൊരു റോഡുമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും വെള്ളം കെട്ടി നിൽക്കുന്നത് അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കാണുക. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ഈ ആകാശവും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ തോന്നും. കാരണം ഫുള്ള് ഫ്രീ ആണ് സ്ഥലം. എങ്ങോട്ട് നോക്കിയാലും വലിയ ഫ്ലാറ്റുകൾ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ, വലിയ വീടുകളൊന്നും ഇല്ല ചുറ്റും. അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഭംഗി നോക്കി നിന്നിട്ട് നമ്മൾ വന്ന കാര്യം മറന്നു കേട്ടോ. നമ്മളിവിടെ കുളിക്കാനല്ല വന്നത്. ഓരോരുത്തരൊക്കെ കുളിച്ച് തമർത്താണ്. നമുക്ക് എന്തായാലും കണ്ടെന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ നമ്മളെ വൈബ് സെറ്റ് ചെയ്യാൻ വേണ്ടി മഴ പെയ്തിട്ടോ. ആ മഴയും കൂടെ വന്നേരം നമുക്ക് ചാടാനുള്ളൊരു രംഗ് വന്ന്. അതായത് ഓൾറെഡി നനഞ്ഞല്ലോ, ഇനി ഒന്നും നോക്കിയില്ല, ഞാൻ എടുത്തിട്ട് ഈ യശോദയെന്ന് പറഞ്ഞൊരു ചാട്ടാട്ടോ ചാടി കൊടുത്ത്. കാരണം ശരിക്കും ഞങ്ങളൊക്കെ വരുമ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടൽ. ഇന്ന് കുറച്ച് വെള്ളം കുറവുണ്ട്, ഒരു കോൺഫിഡൻസ് കുറവ്. എന്തിനാ വെറുതെ, ആവേശം നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും താഴത്തുനിന്ന് എടുത്ത് ചാടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ നീന്തൽ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും കൂടെ ആൾക്കാരൊന്ന് റഷാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സംഭവം കത്തിയിട്ട് പോലീസുകാർ എന്തായാലും വരും. ഇവിടെ ഉള്ളൊരു സ്ഥിരം പരിപാടിയാണത്. അധികം ആളെപ്പോൾ വരുന്നോ അപ്പം തന്നെ പോലീസുകാർ വന്ന് നമ്മളെ പറത്തിക്കും. കാരണം അത് ഞാൻ ചുമ്മാ പറഞ്ഞാൽ പോലീസുകാർ നമ്മളെ പറത്തിക്കൊന്നുമില്ല. പക്ഷേ പോലീസുകാർ നമ്മളെ വണ്ടി അവിടെയും ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫൈൻ അടിച്ചു തരും. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല, ഒരു ഫോട്ടോ എടുത്ത് പോയിട്ട് നമുക്ക് എന്തായാലും സമൻസ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് പാസ് ചെയ്തിട്ട് കുറേ വീടുകളൊക്കെ മുന്നോട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ കൂടെ പറയാൻ കേട്ടോ. സങ്കേതത്തിൽ ഈ തോട്ടിൽ കുളിച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ നടുവിലൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ കുറേ സ്ലാബുകളുണ്ട് കേട്ടോ. സിമെൻറ്റിൻ്റെ 2 പ്രാവശ്യം എനിക്ക് കാലിനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോൾ കയറി നിൽക്കുന്ന ഒരു സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ കാണൂല. ഇപ്പോൾ ഞാൻ എടുത്ത് ചാടി കാണിച്ചുതരാം, കണ്ടോ, അത്രയും വലിയൊരു സ്ലാബിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചാടിയിട്ട് ഇങ്ങനെ നീന്തി താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, കാലിന് ഉരഞ്ഞിട്ടുണ്ട്, നല്ല ഉരച്ചിലേക്ക് കേട്ടോ. കാരണം സിമെൻറ്റിൻ്റെ സാധനമാണ്. അപ്പോൾ അത് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല, 2-3 സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ തോട്ടിലിറങ്ങുന്നവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്